ഹലോ. ഇന്ന് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBSE 8ാം ക്ലാസ്സിൻ്റെ ഹിസ്റ്ററി ടെക്സ്റ്റാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററി ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെച്ച് നോക്കുക. ഹിസ്റ്ററിയുടെ ഫ്രണ്ട് പേജ്, നിങ്ങളെ ഹിസ്റ്ററി ടെക്സ്റ്റിൻ്റെ ഫ്രണ്ട് പേജിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ടെക്സ്റ്റ് നല്ല എഴുതിയിരിക്കുന്ന അവർ പാസ്റ്റ് പ്ലൂറലാണ്. ആ പാസ്റ്റ് എഴുതിയിരിക്കുന്നത് പാസ്റ്റ് എസ് ഉണ്ട്. അവർ പാസ്റ്റ് പാർട്ട് 3 എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ പാസ്റ്റ് അവിടെ നിൽക്കട്ടെ. പാർട്ട് 3 അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇതിന് മുമ്പ് ഇതിൻ്റെ ബാക്കി പഠിച്ചിട്ടുണ്ടെന്നാണ്. അതായത് അവർ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടെസ്റ്റ് 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ. അവർ പാസ്റ്റ് പാർട്ട് 3 ആണ് ഇവിടെ പഠിക്കുന്നത്. ഇനി അവർ പാസ്റ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പാസ്റ്റ് സിംഗുലർ ആയിരുന്നെങ്കിൽ ഒരാളുടെ ചരിത്രം മാത്രമാണ് പറയുന്നതെന്നാണ് അർത്ഥം. ഇവിടെ പ്ലൂറലാണ്, അതായത് ഒന്നിലധികം ചരിത്രം, അതായത് നമ്മുടെ എല്ലാവരുടെയും ചരിത്രം എന്നാണ് അതിൽ പറയുന്നത്. അവർ പാസ്റ്റ് പാർട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാവരുടെയും പഴയകാല ചരിത്രത്തിനെ പറ്റിയാണ് പറയുന്നത്. അവർ പാസ്റ്റ് 1ൻ്റെ അകത്ത് നിങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഷ്യൻ്റ് ഇന്ത്യയെ പറ്റിയാണ്. അതായത് ഹാരപ്പൻ സിവിലൈസേഷൻ, സ്റ്റോൺ ഏജ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ അതിൻ്റെ അകത്ത് പഠിച്ചത്. രണ്ടാമത്തേൽ വന്നപ്പോഴത്തേക്ക് മിഡീവൽ ഇന്ത്യയെക്കുറിച്ചാണ് നിങ്ങൾ പഠിച്ചത്. അതായത് അവർ പാസ്റ്റ് 2ൽ വരുമ്പോഴത്തേക്ക് ആ മിഡീവലുള്ള കാര്യങ്ങൾ കുറച്ച് ഇതിലും വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ എന്ന് പറഞ്ഞാൽ അതായത് അവർ പാസ്റ്റ് 3ൻ്റെ അകത്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയെ പറ്റിയാണ്. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയെ പിടിച്ചടക്കാൻ വരുന്നത് തൊട്ട് പിടിച്ചടക്കി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിട്ട് ബ്രിട്ടീഷ് ഇവിടെ നിന്ന് പോകുന്നത് വരെയും നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് പഠിക്കും. ഈ ഒരു അവർ പാസ്റ്റ് 3 എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിങ്ങൾക്ക് 2 പാർട്ടായിട്ടാണ്. അതിൽ പാർട്ട് 1ലെ ആദ്യത്തെ ചാപ്റ്ററായ ഹൗ, വെൻ ആൻഡ് വെയർ എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ. ചാപ്റ്ററിൻ്റെ പേര് ഹൗ, വെൻ ആൻഡ് വെയർ. ആ പേരിൽ നിന്ന് മനസ്സിലാവുന്നു. ഹൗ എപ്പോൾ, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ, വെൻ എപ്പോൾ, വെയർ എവിടെ വെച്ച്. ഹിസ്റ്ററിയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന പോയിന്റുകളാണ് നമ്മൾ ഈ പറയുന്നത്. സാധാരണ ഇത്രയും നാളായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഒരു കാര്യമാണ്. ഒരു ഹിസ്റ്ററി കാര്യം പറയുകയാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു. ഇപ്പം ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞൊരു യുദ്ധം നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഈ ഒരു ടെക്സ്റ്റിലാണ് വരുന്നത്. ബാറ്റിൽ ഓഫ് പ്ലാസി എന്ന് പറഞ്ഞൊരു യുദ്ധത്തിനെ പറ്റി പറയാം. ആ ബാറ്റിൽ ഓഫ് പ്ലാസി എങ്ങനെയാണ് നടന്നത്, ഹൗ. വെൻ എപ്പോഴാണ് നടന്നത്, വെയർ എവിടെ വെച്ചാണ് നടന്നത്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത് സാധാരണഗതിയിൽ. പക്ഷേ നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റിൽ നിങ്ങൾ പഠിക്കുന്നത് ഇത്ര മാത്രമല്ല, അല്ലെങ്കിൽ ഈ കുറച്ച് വാക്കുകളുടെ അർത്ഥം മാത്രമല്ല നിങ്ങൾ ഒരു കാര്യത്തിനെക്കുറിച്ച് പഠിക്കുന്നത്. അതിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾ കൂടുതൽ പഠിക്കും. അതെന്തുകൊണ്ട് സംഭവിച്ചു, അതുപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ്, വാട്ട് ആഫ്റ്റർ ദാറ്റ് എന്നൊരു വാക്കും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ചേർത്തിട്ടില്ല. ഓക്കെ. ഹൗ, വെൻ ആൻഡ് വെയർ എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ നമ്മൾ ജനറലായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആ പറഞ്ഞേക്കുന്നത്. തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഇമ്പോർട്ടൻ്റ് ആർ ഡേറ്റ്സ്. ഡേറ്റ് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സാധാരണഗതിയിൽ ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് പൊതുവെ SS പഠിക്കാനായിട്ട് വലിയ താല്പര്യം കാണത്തില്ല. SS തന്നെ ജോഗ്രഫി പഠിക്കാൻ എല്ലാവർക്കും വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഹിസ്റ്ററിയിലോട്ട് വരുമ്പോഴത്തേക്ക് ബോറിങ്, ഉറക്കം വരും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് SS പറ്റി. പിന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു പാരഗ്രാഫിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റോഡിൽ കൂടെ ഒരു ബസ്സിൽ ഇരുന്ന് പോകുമ്പോഴത്തേക്ക് റോട്ടിലോട്ട് നോക്കുമ്പം അവിടെ ഒരു ചായക്കടയിൽ ഒരാളിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാൻ, പണ്ട് തൊട്ടേ ആളുകൾക്ക് ഇതുപോലെ ഓടി ഇറങ്ങി ചായ കുടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അത്രേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് തൊട്ടേ ആ ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഓരോ കാലയളവനുസരിച്ചാണ് നമുക്കത് കിട്ടി വരുന്നത്. എന്ന് തൊട്ട് കറക്റ്റ് അത് കിട്ടി നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല. എന്ന് തൊട്ടാണ് ഒരാൾക്ക് റോട്ടിൽ ഇറങ്ങി ചായ കുടിക്കാൻ പറ്റിയ ഒരവസ്ഥ വന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ റെയിൽവേ, ഇപ്പം നമ്മൾ ലോങ് ഡിസ്റ്റൻസിനൊക്കെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ റെയിൽവേ വഴിയാണ്. അപ്പോൾ റെയിൽവേ ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ അവർ ലോങ് ഡിസ്റ്റൻസ് ഏത് വഴിയായിരിക്കും പോയിരിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ ചായ കുടിക്കുന്ന ശീലം നമുക്ക് എന്ന് തൊട്ടാണ്, കറക്റ്റ് ഒരു ഡേറ്റ് പറയാൻ പറ്റും ഇല്ല. ഇങ്ങനെയുള്ള കുറച്ച് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് അവരിങ്ങനെ പറഞ്ഞേക്കുന്നത്. കുറേ കാര്യങ്ങൾ കറക്റ്റ് ഒരു ഡേറ്റ് പറയാൻ പറ്റത്തില്ല, ഒരു റേഞ്ച് ഓഫ് ഡേറ്റ് മാത്രമേ പറയാൻ പറ്റൂ. ആ ഒരു കാര്യമാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഇനി ഇപ്പുറത്തായിട്ട് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫിഗറിൽ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഫിഗർ 1 ആണ്. ബ്രാഹ്മണാസ് ഓഫറിംഗ് ദ ശാസ്ത്ര ടു ബ്രിട്ടാനിയ. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ മാപ്പ് തയ്യാറാക്കിയ ആളുടെ പേര് അവിടെ പറയുന്നുണ്ട്, ജെയിംസ് റീഡ്. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് ഇന്ത്യയിലെ മാപ്പ് തയ്യാറാക്കിയ ബ്രിട്ടീഷുകാരനെ പറയുന്നവരാണ്
ജെയിംസ് റീനൽ 1782 അദ്ദേഹം മാപ്പ് തയ്യാറാക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് അല്ല, ആളുടെ പേര്. സോ ഇന്ത്യയിലെ മാപ്പ് ആദ്യമായിട്ട് തയ്യാറാക്കിയ ബ്രിട്ടീഷുകാർ ജെയിംസ് റീനൽ. ഓക്കെ, ഈ ജെയിംസ് റീനൽ എന്തിനാണ് ഈ മാപ്പ് തയ്യാറാക്കിയത്? അന്നത്തെ ബ്രിട്ടീഷിൻ്റെ ആർമി കമാൻഡറായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മാപ്പ് തയ്യാറാക്കിയത്. ഇനി എന്തിനായിരിക്കും റോബർട്ട് ക്ലൈവ് അത് പറഞ്ഞിട്ടുള്ളത്? ഒരു മാപ്പിൻ്റെ ഉപയോഗം എന്താണ്? ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചുള്ള മാപ്പിൻ്റെ കാര്യം എന്താണ്? ബ്രിട്ടീഷുകാർ ആദ്യം വന്നത് ട്രേഡേഴ്സ് ആയിട്ടാണ്, കച്ചവടക്കാരായിട്ടാണ് വരുന്നത്. അന്നേരം അവർക്ക് മാപ്പിൻ്റെ ആവശ്യമില്ല, മാർക്കറ്റുകളിൽ നിന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. പക്ഷേ പിന്നെ ആയപ്പം അവർ ഇന്ത്യ പിടിച്ചെടുത്താലേ അവരുടെ ട്രേഡ് മുമ്പോട്ട് പോകൂ എന്നൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും അവർക്ക് ഇന്ത്യ പിടിച്ചെടുക്കേണ്ടി വന്നു. ഇവിടുത്തെ ഇന്ത്യയിലുള്ള ലോക്കൽ ലീഡേഴ്സ് അവരെ കച്ചവടം ചെയ്യാൻ അനുവദിക്കത്തില്ല എന്നൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കുറയ്ക്കാൻ നോക്കുന്നു, ഇങ്ങനെയുള്ള സാഹചര്യം വന്നപ്പോഴത്തേക്കാണ് ബ്രിട്ടീഷ് ഇന്ത്യ പിടിച്ചെടുക്കാൻ പോകുന്നത്. ഈ ഇന്ത്യ പിടിച്ചെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ബ്രിട്ടീഷിന് ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ എവിടെയൊക്കെ പിടിച്ചെടുക്കാം. സോ അതിന് അവർക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് മാപ്പാണ്. അതുകൊണ്ടാണ് ജെയിംസ് റീനലിൻ്റെ അടുത്ത് റോബർട്ട് ക്ലൈവ് ഒരു മാപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിൽ പറഞ്ഞേക്കണം, ഫിഗർ നമ്മൾ കുറച്ച് കാര്യം അതുകൊണ്ട് വേറെ കയറിപ്പോയി. ഫിഗറിൽ പറഞ്ഞേക്കുന്ന ഇത്രയേ ഉള്ളൂ. ബ്രാഹ്മണാസ് അവരുടെ ശാസ്ത്രങ്ങൾ, അവരെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് ആ ശാസ്ത്രം. ഈ ശാസ്ത്രം ബ്രിട്ടൻ്റെ രാജ്ഞിക്ക്, ബ്രിട്ടൻ്റെ എംബ്ലം, നമ്മുടെ ഇപ്പോൾ ഭാരതത്തിൻ്റെ ഇതാണെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു ഇന്ത്യയിലെ ഒരു ഉപമയെന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അലോഗറി എന്ന് പറയും ഇംഗ്ലീഷിൽ. ഈ ഇന്ത്യയിലെ അലേഗറിനെ നമ്മൾ പറയുന്നതാണ് ഭാരത് മാത. അതുപോലെ തന്നെ ബ്രിട്ടൻ്റെ അലേഗറിയാണ് ബ്രിട്ടാനിയ. സോ ഈ ഫിഗറിൽ പറഞ്ഞേക്കുന്ന ആ ഒരു കുന്നങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ബ്രിട്ടാനിയ. ആ ബ്രിട്ടാനിയക്ക് ഇന്ത്യയിലുള്ള ബ്രാഹ്മണന്മാർ അവരുടെ ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ബ്രാഹ്മണൻസിനെ നിയന്ത്രിക്കാനുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരുടെ നിയമങ്ങൾ എഴുതി വെച്ചേക്കുന്നത് ബ്രിട്ടാനിയയുടെ കയ്യിൽ റിക്വസ്റ്റ് കണക്ക് കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിലെ ആൾക്കാർ, ഇന്ത്യയിലെ ബ്രാഹ്മണാസ് ബ്രിട്ടൻ്റെ അടുത്ത് ഞങ്ങളെ ഭരിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് പറയുന്നതായിട്ടാണ് ഈ ഒരു ഫിഗർ കാണിച്ചത്. ഇത് ബ്രിട്ടീഷ് സുപ്രീമസി കാണിക്കുന്നതാണ്. അതായത് ഇന്ത്യക്കാർക്ക് ബോധം വന്നു, ഇന്ത്യക്കാർക്ക് തിരിച്ചറിവ് വന്നു, ഇന്ത്യക്കാരെക്കാൾ നല്ല വലിയ ഒരു സംസ്കാരമാണ് ബ്രിട്ടൻ്റെത്. ആ സംസ്കാരം ഞങ്ങൾക്കും കൂടി പകർന്നു തരാൻ വേണ്ടിയിട്ട് അവർ ഇന്ത്യക്കാരെ ബ്രിട്ടൻ്റെ രാജ്ഞിയായ ബ്രിട്ടൻ്റെ രാജ്ഞിയല്ല, ബ്രിട്ടൻ രാജ്യത്തോട് പറയുന്നതാണ് ഈ ഒരു ഫിഗർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാപ്പ് മേക്കേഴ്സ്, അതിൻ്റെ പേരവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാപ്പ് ഉണ്ടാക്കിയത് ആരാണ്? ജെയിംസ് റീനൽ. ആർക്ക് വേണ്ടിയാണ്? റോബർട്ട് ക്ലൈവ്. ആർക്ക് വേണ്ടിയാണെന്നുള്ള അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നേരത്തെ പറഞ്ഞ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ജെയിംസ് റീനൽ. ഇനി അടുത്ത നമ്മൾ പറഞ്ഞ അടുത്ത പേജിലുള്ള പേജ് 2-ലുള്ള 3 പാരഗ്രാഫുകളും നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. വായിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഒരു വീഡിയോ ഇട്ട് തരാം. ഓക്കെ, സോ ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നെ പറയുന്നുണ്ട്, നമ്മുടെ ഹിസ്റ്ററി എഴുതാനായിട്ട് നമ്മൾ ഡേറ്റിനല്ല ഇമ്പോർട്ടൻസ്. നമ്മൾ ഡേറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഹിസ്റ്ററി എഴുതുന്നതെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലും ഡേറ്റിന് ഇമ്പോർട്ടൻസ് ആണ്. കുറേ ക്രൈറ്റീരിയ നമ്മുടെ കയ്യിൽ കാണും, കുറേ സംഭവങ്ങൾ. ആ സംഭവങ്ങൾക്കനുസരിച്ചുള്ള ഡേറ്റാണ് നമ്മൾ കൂടുതൽ എടുക്കുന്നത്. ഓക്കെ, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന രാജാക്കന്മാരെ വെച്ചിട്ട് നമ്മൾ ആ രാജാവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങൾ പറയും. അല്ലാതെ ഈ 1920 ഇത്രയും കാര്യങ്ങൾ നടന്നു ഇത് വളരെ പാടാണ് അതിൻ്റെ ഹിസ്റ്ററി എഴുതാനായിട്ട്. നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഓരോ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവിടെ ഇന്ത്യയിൽ നടന്ന ആ ഒരു സ്ഥലത്ത് നടന്ന കാര്യങ്ങളായിരിക്കും ഹിസ്റ്ററിയിൽ എഴുതുന്നത്. അതായത് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും എഴുതുന്നത്, റൂളേഴ്സിൻ്റെ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. ചിലപ്പം അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും എഴുതുന്നത്. സോ ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ മാറുന്നതിനനുസരിച്ച് ഹിസ്റ്ററിയും മാറും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷിൻ്റെ ഹിസ്റ്ററി, ബ്രിട്ടീഷ് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണർ ജനറൽമാരുടെ ഹിസ്റ്ററി വെച്ചിട്ടാണ്. ഗവർണർ ജനറൽമാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസിഡന്റിനെ റോൾ ചെയ്യുന്ന പരിപാടിയാണ്. അന്ന് ബ്രിട്ടീഷിന് ഇന്ത്യ ഭരിക്കാനായിട്ട് അവർ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഒരാളുടെ പറയുന്ന പേരാണ് ഗവർണർ ജനറൽ. കാലങ്ങൾക്കനുസരിച്ച് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾക്ക് വിച്ച് ഡേറ്റ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യത്തെ ഗവർണർ ജനറൽ, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാരൻ ഹാസ്റ്റിങ്സ് ആണ്.
സോ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ വാരൻ ഹാസ്റ്റിങ്സ് ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരുപാട് റൂളേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ ഗവർണർ അവസാനം വരുമ്പോഴത്തേക്കും നമ്മൾ 1857 ശേഷം റിവോൾട്ട് നടന്നിട്ടുണ്ട്. അതിനുശേഷമുള്ള ആൾക്കാരെ നമ്മൾ ഈ ഗവർണർ ജനറൽ സ്ഥാനം സെയിം ആണ്, പക്ഷേ പേര് മാറ്റി വൈസ്രോയി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഗവർണർ ചുരുക്കി പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഗവർണർ ജനറൽ വൈസ്രോയും സെയിം റോൾ തന്നെയാണ്, പക്ഷേ പേര് മാറ്റണമെന്നേ ഉള്ളൂ. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലും വാരൻ ഹാസ്റ്റിങ്സും അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റനാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ വൈസ്രോയിമാരും ജനഗവർണർമാർ വന്നിട്ടുണ്ട്. ഇവരുടെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ നമ്മളിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പം വാരൻ ഹാസ്റ്റിങ്സിൻ്റെ കാലഘട്ടം ആദ്യം നമ്മൾ ഹിസ്റ്ററി ചെയ്തത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആ സമയത്ത് അച്ചടിച്ചിറക്കണമെന്ന് പറഞ്ഞാൽ വാരൻ ഹാസ്റ്റിങ്സിൻ്റെ കാലത്ത് നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണും. അതുപോലെ അതിന് ശേഷം വന്ന ആളുടെ കാര്യങ്ങൾ അതിൽ കാണും. അങ്ങനെ മൗണ്ട് ബാറ്റൻ്റെ സമയം വരെ ഉള്ളതാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ ഗവർണർ ജനറൽമാരുടെ കാലഘട്ടത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം വരും ഒരിക്കലുമില്ല. ഈ ഗവർണർ ജനറൽമാർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ വരൂ. സാധാരണക്കാർക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ കാര്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനെ സാധാരണക്കാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ക്രൈറ്റീരിയ ആയിട്ട് സെലക്ട് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഗവർണർ ജനറൽമാരുടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഹിസ്റ്ററി എഴുതുമ്പോൾ നമുക്ക് ആ സമയത്തുണ്ടായിരുന്ന എൻറ്റയർ ഹിസ്റ്ററി നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഒന്നിലധികം ക്രൈറ്റീരിയ വെച്ച് ഹിസ്റ്ററി എഴുതിയതിന് ശേഷം അത് കമ്പൈൻ ചെയ്തെടുത്താലേ നമുക്ക് കിട്ടും. സോ ഗവർണർ ജനറൽമാരെ നമ്മൾ പറഞ്ഞു, സാധാരണക്കാരുടെ വെച്ചിട്ട് നമ്മളെങ്ങനെ ഹിസ്റ്ററി എഴുതും? ഒത്തിരി പാടാണ്. കാര്യം സാധാരണക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് അവരെല്ലാം എഴുത്തും വായന അറിയാമെന്നുള്ളവരുടെ അളവ് വളരെ കുറവാണ്. അതിൽ തന്നെ സാധാരണക്കാരിൽ തന്നെ എഴുത്തും വായന അറിയാമെന്നുള്ളത് മാത്രമേ നമുക്ക് കിട്ടും. അവരുടെ എണ്ണം കുറവാണെന്നും പറഞ്ഞു. എക്സാമ്പിൾ എഴുത്തും വായന അറിയാമെന്നുള്ളവർ അവരുടെ യാത്രാ വിവരണങ്ങളിൽ എഴുതിയേക്കും. ഞാൻ ഈ സ്ഥലങ്ങളിൽ പോയി, അപ്പോൾ അവിടെ ഇങ്ങനെയായിരുന്നു. അത് നമുക്കൊരു ഹിസ്റ്ററി ഇൻഫർമേഷനാണ്. അതുപോലെ അവർ ഡയറികളിൽ എഴുതിയേക്കും, അവരുടെ പുസ്തകങ്ങളിൽ എഴുതും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സാധാരണക്കാരുടെ ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ അവിടെയും അതുകൊണ്ട് ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ തന്നെ എഴുത്തും വായന അറിയാത്ത, അതായത് ലിറ്ററസി ഇല്ലാത്തവർ എഴുത്തും വായന ഇല്ലാത്തവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടത്തില്ല. സോ ഇതാണ് നമ്മുടെ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ്. ഞാൻ ഇത്രയും പറഞ്ഞൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി കുറേ ഡേറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഹിസ്റ്ററി കുറേ ക്രൈറ്റീരിയക്കനുസരിച്ചാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ആ ക്രൈറ്റീരിയ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രൈറ്റീരിയ എന്തിനു വേണ്ടിയാണ് നമ്മൾ എടുത്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേ ഡേറ്റുകൾ യൂസ് ചെയ്യുന്നത്. സോ ഹിസ്റ്ററിയുടെ ഇമ്പോർട്ടൻസ് ഒതുങ്ങി നിൽക്കുന്നത് ഡേറ്റിലല്ല, ക്രൈറ്റീരിയാസിലാണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ വാരൻ ഹാസ്റ്റിങ്സ് അധികാരത്തിൽ കയറിയ വർഷം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. 1773 1773 ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായ വാരൻ ഹാസ്റ്റിങ്സ് അധികാരത്തിൽ കയറുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ. അതുപോലെ നമുക്ക് ഹിസ്റ്ററി കിട്ടാവുന്ന വേറൊരു വഴിയാണ് ഫിഗർ 2 നോക്കുക. അന്നത്തെ കാലത്ത് അഡ്വർടൈസ്മെൻ്റ് ആണ്. അത് കാണിച്ചേക്കെന്ന് പറഞ്ഞാൽ ലിപ്റ്റൺ ടീ എന്നാണ്. ഈ ലിപ്റ്റൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ചായ, അത് ഒരു രാജാവാണ്. സോ ലിപ്റ്റൺ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രാജാവിൻ്റെ ഒരു പ്രിൻസിൻ്റെ പടം കൊടുത്തേക്കുന്ന ക്യൂൻ വിക്ടോറിയയുടെ 3ാമത്തെ മകനായ ഡ്യൂക്ക് കൊണോട്ടിനെ പറ്റിയാണ് അതിൽ പറഞ്ഞേക്കുന്നത്. ഈ ഡ്യൂക്കിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ ഡ്യൂക്ക് രാജ കുടുംബത്തിൽ വരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പടം ഒരു തേയിലപ്പൊടി, ഒരു ചായപ്പൊടിയിൽ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പരസ്യം കാണുന്നവർക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ കുടിക്കുന്നവരെല്ലാം രാജാവിന് തുല്യമാവും. അല്ലെങ്കിൽ അന്നുള്ള ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം റോയാലിറ്റിയാണ്, അതായത് രാജകീയതയോട് കൂടുതൽ താല്പര്യമുള്ള ആൾക്കാർ, അതായത് എല്ലാവർക്കും രാജാവാകണമെന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് രാജാവിൻ്റെ പടം വെച്ചിട്ടൊരു തേയിലപ്പൊടി കമ്പനി മാർക്കറ്റിൽ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആളുകൾ കാണുമ്പോൾ വിചാരിക്കും, രാജാവ് കുടിക്കുന്നത് ഈ തേയിലയാണ് എന്നാണ് ആ പടത്തിൻ്റെ അർത്ഥം. ഞാനും ഇതേ തേയില വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഞാനും രാജാവാകും. സോ ഇത് അന്നത്തെ കാലത്തെ അഡ്വർടൈസ്മെൻറ്റ് രീതിയെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, റോയാലിറ്റിയാണ് അവരെ അഡ്വർടൈസ് ചെയ്തിരുന്നത്. ക്ലിയറാണ്. സോ ഇതും അന്നത്തെ കിട്ടിയ പരസ്യങ്ങൾ വരെ നമുക്ക് ഹിസ്റ്ററി തരുന്നതാണ് എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, താങ്ക് യു.